പാകിസ്ഥാൻ എല്ലാ വാക്കുകളും ലംഘിച്ച് ചതിപ്രയോഗത്തിലൂടെ വഞ്ചന കാട്ടിക്കൊണ്ട് പറഞ്ഞതൊന്ന് പ്രവൃത്തി മറ്റൊന്ന് എന്നുള്ള നിലയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിനിർത്തൽ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് സമ്മതം വാങ്ങിയ ശേഷം ചതിപ്രയോഗത്തിലൂടെ വീണ്ടും ഭാരതത്തിന് നേരെ ഈ രാത്രിയിൽ ഡ്രോണുകൾ പായിച്ചും സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയും പാകിസ്ഥാൻ പ്രകോപനം കാട്ടുകയാണ്. ഇരുന്ന് വാങ്ങുകയാണ് പാകിസ്ഥാൻ. യുദ്ധം ആവശ്യമില്ല എന്നുള്ള തീരുമാനത്തിലൂടെ തന്നെയാണ് ഭാരതം ഈ ഘട്ടത്തിലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഭാരതം അങ്ങനെയാണ് പോയത്. ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള ചേരുന്നുണ്ട്. നമ്മൾ ഒരിക്കലും നേരത്തെ പ്രദീപ് പിള്ള പറഞ്ഞതുപോലെ നമ്മൾ ഒരിക്കലും അവരുടെ ജനവാസ മേഖലയെ ആക്രമിച്ചില്ല, അവരുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തില്ല, അവരുടെ ഭീകരവാദികളുടെ അവരുടെ സങ്കേതങ്ങൾ മാത്രം ലക്ഷ്യമാക്കി 9ഓളം കേന്ദ്രങ്ങൾ ചാർട്ട് ചെയ്താണ് നമ്മൾ കൃത്യമായി ആ കേന്ദ്രങ്ങൾ നശിപ്പിച്ചത്. അങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് വന്ന് കൈയും കാലും പിടിച്ച് ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ ഒരു പരുവത്തിന് സമ്മതിപ്പിച്ചെടുത്ത് സിന്ധു നദീജല കരാർ വെള്ളം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വിസ നടപടികൾ അത് പഴയ പോലെ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ പരസ്പരം നമുക്ക് വെടിനിർത്തൽ ഒന്ന് നടപ്പാക്കാമെന്ന് പറഞ്ഞ ശേഷം വൻ ചതിയാണ് അവർ നടത്തിയത്. പാഴ്വാക്കാണ് പാകിസ്ഥാൻ എന്ന് കൃത്യമായി തെളിയിക്കുന്ന സമീപനം. ഈ രാത്രിയിലും അവർ ഇത്തരത്തിൽ ചതിപ്രയോഗം നടത്തുന്നു. നമ്മുടെ BSFിലെ ഒരു ധീരജവാന് വീരമൃത്യു, 2 ഭീകരരെ വധിക്കാൻ നമുക്ക് സാധിച്ചു. നേരത്തെ പ്രദീപ് പിള്ള പറഞ്ഞ പോലെ ഭീകരർ കയറി ആക്രമിച്ചാലും രാജ്യത്തിൻ്റെ ആണെന്ന് മനസ്സിലാക്കി തിരിച്ചടിക്കും എന്ന് ഭാരതം വെടിനിർത്തിയപ്പോഴും പറഞ്ഞതാണ്. അപ്പോൾ ഇനി ശക്തമായി ഭാരതം തിരിച്ചടിക്കും, ഒരു സംശയവുമില്ലല്ലോ ശ്രീ പ്രദീപ് പിള്ള? അക്കാര്യത്തിലൊരു സംശയവും വേണ്ട വിനോദ്. ഇതിൽ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭരണ നേതൃത്വം പറയുന്ന വാക്കുകൾക്ക് എന്ത് വിലയുണ്ടെന്ന് ഇന്ന് ലോകം മുഴുവൻ തിരിച്ചറിയുകയാണ്. കാരണം ഇന്നത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം എന്ന് പറയുന്നത് 2 ആണവായുധ ശേഷിയുള്ള രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്നുള്ള രീതിയിൽ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ, ലോക രാഷ്ട്രങ്ങൾ ഇത് വളരെ ശ്രദ്ധയോടെ, ഗൗരവത്തോടെ, ആശങ്കയോടെ കണ്ടിരുന്നു. രണ്ടാമത്തെ കാര്യം, ഭാരതം തുടക്കം മുതൽ സ്വീകരിച്ച ഒരു നിലപാടുണ്ട്, ഒരു നയമുണ്ട്, ഒരു സമീപനമുണ്ട്. ഇവിടെ കടന്നു കയറി വന്ന് പെഹൽഗാമിൽ വിനോദസഞ്ചാരത്തിന് വന്ന നിരപരാധികളായ നിരായുധരായ ആൾക്കാരെ മതം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം തലയ്ക്ക് നിറയൊഴിച്ച് കൊലപ്പെടുത്തിയിട്ടും ഭാരതം കാത്തിരുന്നത് എന്തിന് എന്നുള്ള ചോദ്യം പോലും ഉയർന്നു. അപ്പോൾ ഭാരതം ചെയ്തത് എന്താണ്, എങ്ങനെയാണ് തിരിച്ചടിക്കേണ്ടതെന്ന് കൃത്യമായി ചാർട്ട് ചെയ്യുകയായിരുന്നു. സംശയമുള്ളവർക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി TVയിൽ തന്നെ പലവട്ടം നമ്മൾ കാണിച്ചതാണ് ആ പ്രസംഗം. ബീഹാറിൽ നിന്ന് ലോകത്തോടായി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുവരെ ഹിന്ദിയിൽ സംസാരിച്ചിരുന്ന, അതിന് ശേഷവും ഹിന്ദിയിൽ പ്രസംഗിച്ച പ്രധാനമന്ത്രി ഏതാനും നിമിഷ നേരത്തേക്ക് ഇംഗ്ലീഷിലേക്ക് പ്രസംഗം മാറ്റി. ഐ വോണ്ട് ദ ഹോൾ വേൾഡ് ടു നോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ചെയ്തത് എവിടെ പോയി ഒളിച്ചാലും ഭൂമിയുടെ അറ്റം വരെ അവരെ പിന്തുടരും. 1, അവരെ തിരിച്ചറിയും. 2, ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവർക്ക് തിരിച്ചടി നൽകും എന്നുള്ളത്. അത് പറഞ്ഞ ശേഷം കൃത്യമായി ആ തിരിച്ചടി ഭാരതം നടപ്പാക്കിയത് എങ്ങനെയാണ്? പാകിസ്ഥാൻ അതിർത്തി കടന്നു ചെന്ന്, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനവാസ മേഖലകൾ നോക്കി, പാകിസ്ഥാനിലെ പട്ടണങ്ങൾ നോക്കി ഇവിടെ നിന്ന് മിസൈൽ ലോഞ്ച് ചെയ്യുകയായിരുന്നില്ല. പകരം ഇല്ല എന്ന് പാകിസ്ഥാൻ നിഷേധിച്ചിരുന്ന ഭീകരവാദ ക്യാമ്പുകൾ, ഭീകര താവളങ്ങൾ എണ്ണി 9 എണ്ണം ചുട്ടരിച്ചു. ക്രൂസ് മിസൈലുകൾ ചെന്ന് അത് ചുട്ടരിച്ചു. ഇതിൽ പല താവളങ്ങളുടെയും സമീപം പാകിസ്ഥാന്റെ ഔദ്യോഗിക സൈനിക കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. നിഷ്പ്രയാസം, നിമിഷം കൊണ്ട് ഈ സൈനിക കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന നിമിഷത്തിലാണ് ഇതുണ്ടാകുന്നതെന്ന് ഓർക്കണം. അത് ചുട്ടരിക്കാമായിരുന്നു, തകർക്കാമായിരുന്നു, ചെയ്തില്ല. മാന്യത കാണിച്ചു, അന്തസ് കാണിച്ചു, ഉത്തരവാദിത്വം കാണിച്ചു. അതാണ് ആവർത്തിച്ച് ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ പ്രതികരണം വളരെ
കൃത്യമായിരുന്നു എന്നുള്ളത്, അത് പ്രൊപ്പോർഷനേറ്റ് ആയിരുന്നു, ആഡിക്വേറ്റ് ആയിരുന്നു, അത് റെസ്പോൺസിബിൾ ആയിരുന്നു എന്നുള്ളത് ആനുപാതികമായിരുന്നു. അത് കൊടുക്കേണ്ട ശക്തിയിൽ കൊടുത്തു. 3 ഉത്തരവാദിത്വത്തോടെയായിരുന്നു. ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകാതെ, ജനങ്ങളുടെ ജീവന് പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ ഉത്തരവാദിത്വത്തോടെ അത് ചെയ്തു. എന്നിട്ട് ഭാരതം ആ സന്ദേശം ലോകത്തിന് മുമ്പാകെ കൃത്യമായി സത്യസന്ധമായി സുതാര്യതയോടുകൂടി അവതരിപ്പിച്ചു. എങ്ങനെയാണ് അവതരിപ്പിച്ചത്? ഭാരതത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ഒപ്പം 2 നാരീശക്തിയുടെ പ്രതീകങ്ങളായ 2 വനിതാ ഓഫീസർമാരും വന്നു മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക്. നമ്മൾ കണ്ടു, കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വന്നിട്ട് പറഞ്ഞു, ഇത്ര താവളങ്ങളാണ് തകർത്തത്. ഈ താവളങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇവിടെ എന്തൊക്കെയാണ് നടന്നിരുന്നത്? ഏതൊക്കെ ഭീകരരെയാണ് ഇവിടെ വാർത്തെടുത്തത്? അതാണ് തകർത്തത് എന്ന്. അതിനുശേഷം പിന്നെ പാകിസ്ഥാൻ ചെയ്തതെന്താണ്? അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഇരുട്ടിന്റെ മറവിൽ ജനവാസ മേഖലകൾ ആക്രമിച്ചു. അവർ ഒരു മര്യാദയും പാലിക്കാതെയുള്ള ആക്രമണങ്ങൾ തുടർന്നപ്പോൾ ഭാരതത്തിന്റെ കരുത്ത് കാട്ടി. അതിർത്തിയിലുടനീളം ഡ്രോണുകളുമായി ആക്രമണത്തിന് വന്നപ്പോൾ അവയെല്ലാം അടിച്ചിട്ടു. ഇന്ന് തന്നെ നമ്മൾ തത്സമയം കണ്ടു പഠാൻകോട്ടിൽ പട്ടാപ്പകൽ നടന്ന ആക്രമണം. അതും ഭാരതം തിരിച്ചടിച്ചുകൊണ്ടേയിരുന്നുള്ളൂ. ഭാരതം പ്രതിരോധം മാത്രം കൃത്യമായി ചെയ്തു. അതിനൊപ്പം കാണിച്ചു കൊടുത്തു. നൂർഖാൻ ബേസ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് കൃത്യമായ ആക്രമണം അയച്ചുവിട്ടു. എന്താണ് ഭാരതത്തിന് കഴിയുക എന്നുള്ളത് കാണിച്ചു കൊടുത്തു. ഒരു പക്ഷേ അത് തിരിച്ചറിയാനുള്ള ബുദ്ധി, വിവേകം അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥ പാകിസ്ഥാന്റെ ഭരണ നേതൃത്വത്തിനുണ്ടായിരുന്നിരിക്കാം. അങ്ങനെയാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നത്. സമാധാനമാകാം എന്നുള്ളത് അത് ഭാരതം സമ്മതിച്ചു. അതിനുശേഷം നടന്ന കാര്യങ്ങളൊന്ന് നോക്കൂ വിനോദ്. എന്തൊക്കെയാണ് സംഭവിച്ചത്? സൂര്യൻ അസ്തമിച്ചയുടനെ അവരുടെ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇതുവരെ ചെറുകിട ഡ്രോണുകളാണ് ഉപയോഗിച്ചെങ്കിൽ അവർ ആയുധശേഷിയുള്ള ഡ്രോണുകൾ പ്രയോഗിച്ചു. അവർ വൈഷ്ണോ ദേവിയെ ലക്ഷ്യമിട്ട് നോക്കി, അവർ ശ്രീനഗറിനെ ലക്ഷ്യമിട്ട് നോക്കി, അവർ ലാൽ ചൗക്കിനെ ലക്ഷ്യമിട്ട് നോക്കി. ഇതിന്റെ ഒപ്പം തന്നെ ഭീകരർ അവരുടേതായ രീതിയിൽ ചാവേർ ആക്രമണത്തിന് തുനിഞ്ഞു. നഗ്രോട്ടയിൽ ആക്രമണം നടത്തി. അതിന് വന്ന 2 ഭീകരരിൽ ഒരാളെ ഉന്മൂലനം ചെയ്തു, 2 ആളെ ഉന്മൂലനം ചെയ്തു എന്നുള്ള വാർത്തയാണ് ഒരുപക്ഷെ വിനോദ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭരണ നേതൃത്വമല്ല അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളത് പുതിയ കാര്യം അല്ല. പക്ഷെ ഒരിക്കൽ കൂടി വെളിവായിരിക്കുകയാണ്. ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പാകിസ്ഥാൻ ഇനി എന്താണ് പറയാൻ പോകുന്നത്? മധ്യസ്ഥ ശ്രമത്തിന് വന്ന US-നും സൗദിക്കും പാകിസ്ഥാൻ ഭരണ നേതൃത്വം എന്ത് മറുപടി നൽകും? ഇരുട്ടിന്റെ മറവിൽ ഭീകരാക്രമണവും ഇരുട്ടിന്റെ മറവിൽ വെടിനിർത്തൽ വയലേഷനും വെടിനിർത്തൽ ലംഘനവും നടത്തി കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ ഇനി ഏത് ഭാഷയിൽ ലോകത്തോട് സംസാരിക്കും? പാകിസ്ഥാൻ ഇനി എന്താണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ പറയാൻ പോകുന്നത്? പാകിസ്ഥാൻ ഇനി എന്താണ് മധ്യസ്ഥരോട് പറയാൻ പോകുന്നത്? വളരെ കൃത്യമാണ്, ഇത് പാകിസ്ഥാനല്ല, ഇത് ടെററിസ്ഥാനാണ്. അവർക്ക് മോചനമില്ല. സർവം നശിച്ചിട്ടേ ഇതിന് അവസാനമുണ്ടാകൂ വിനോദ്. അവർ സ്വയം നാശത്തിന്റെ പാതയിലാണ്. ശക്തമായ തിരിച്ചടി നൽകാൻ ഭാരതം തയ്യാറാണെന്നുള്ളത് വാക്കുകൊണ്ട് പറയേണ്ട കാര്യം ഇല്ല വിനോദ്. അതിനെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്നത്തെ ഉന്നതതല യോഗത്തിന് ശേഷം ഭാരതം ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. എനി ആക്ട് ഓഫ് ടെറർ വിൽ ബി സീൻ ആസ് ആൻ ആക്ട് ഓഫ് വാർ. യുദ്ധമായി തന്നെ കണക്കാക്കി പ്രതികരിച്ചിരിക്കും, തിരിച്ചടിച്ചിരിക്കും എന്നുള്ളത്. അത് മാത്രം നമുക്ക് കാണാം. ഇനി കാത്തിരുന്ന് കാണേണ്ടത് അതിന്റെ തോത് എന്തായിരിക്കും, അതിന്റെ ശക്തി എന്തായിരിക്കും, അതിനുശേഷം പാകിസ്ഥാൻ ഉണ്ടാകുമോ? എന്തായിരിക്കും പാകിസ്ഥാൻ വിനോദ്? തീർച്ചയായും പാകിസ്ഥാനെ തീർക്കാനുള്ള സൈനിക ശക്തി നമുക്കുണ്ട്. പക്ഷേ മനുഷ്യത്വം കൃത്യമായി സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടരുത്, ഒരു യുദ്ധത്തിലും പാവപ്പെട്ടവർ കൊല്ലപ്പെടരുത് എന്നുള്ള കൃത്യമായ ബോധ്യം ഭാരതത്തിനുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ്, അല്ലാതെ പാകിസ്ഥാനെ സൈനിക ശക്തി കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയാഞ്ഞിട്ടല്ല ഭാരതം സൈനിക നീക്കം നടത്താതെ പോകുന്നത്. നമ്മുടെ സമാധാനം എന്ന് പറയുന്നത് അത് നമ്മളുടെ ബലഹീനതയല്ല, അങ്ങനെയാണ് എന്ന് കണക്കാക്കിയാണ് പാകിസ്ഥാൻ്റെ പ്രവർത്തനങ്ങൾ. ടെററിസ്റ്റ് സ്ഥാനായി മാറിയിരിക്കുന്നു പാകിസ്ഥാൻ. അത്തരത്തിൽ വിശ്വാസവഞ്ചന കാട്ടിയ ഒരു നാടായി പാകിസ്ഥാൻ മാറുന്നു. പ്രദീപ് പിള്ള പറഞ്ഞതുപോലെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇനി പാകിസ്ഥാൻ എന്തു പറയും? പാകിസ്ഥാൻ്റെ വാക്കുകൾക്ക് എന്താണ് വില? വെടിനിർത്തൽ എന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകൾ തീരും മുമ്പ് ഇരുട്ടിൻ്റെ മറവിൽ ശക്തമായി ഭാരതത്തിൻ്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക്
ആയുധങ്ങളും വെടിക്കോപ്പുകളും പായിക്കുന്ന തെമ്മാടി രാജ്യമായി പാകിസ്ഥാൻ മാറുന്നു എന്നുള്ളതാണ്. ആഭ്യന്തരപരമായി നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു. അവിടെ ആ രാജ്യം മറ്റൊരു വിഭജനത്തിലേക്ക് പോലും നീങ്ങുന്നു. സൈനിക മേധാവി അവിടെ നിന്ന് മുങ്ങിയെന്നുള്ള വാർത്തകൾ വരുന്നു. പാക് പ്രധാനമന്ത്രിക്കെതിരെ പാർലമെൻറ്റിൽ അവിടുത്തെ ജനപ്രതിനിധികൾ സംസാരിക്കുന്നു. വേണമെങ്കിൽ പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം വരെ സ്ഫോടനം നടത്താൻ നമുക്ക് കഴിയുമെന്ന് വരെ നമ്മൾ തെളിയിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും വലിയ ദാരിദ്ര്യം നേരിടുന്ന സാഹചര്യം ഇതൊക്കെ ഉണ്ടായിട്ടും വീണ്ടും ഭാരതത്തെ പ്രകോപിപ്പിക്കുകയാണ്. പ്രദീപുള്ള ഒരു കാര്യം കൂടി, സാധാരണക്കാർ, പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക് നേരെ ഭാരതത്തിൻ്റെ ആക്രമണമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ ശത്രുത ഏതെങ്കിലും തരത്തിൽ ഭാരതത്തിന് നേരെ കൊണ്ടുവരിക എന്നുള്ള ഗൂഢലക്ഷ്യം. അതുകൊണ്ടാണ് യാത്രാ വിമാനങ്ങൾ പോകുന്ന പാതയ്ക്കരികിൽ കൂടി ഡ്രോണുകൾ പായിച്ച് നമ്മളെ ചതിക്കാൻ നോക്കിയത്. അങ്ങനെ അവരുടെ ഡ്രോണുകളെ നമ്മൾ എതിരിടുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവരുടെ യാത്രാ വിമാനങ്ങൾ തകർന്നു വീണാൽ ഭാരതത്തിനെതിരെ ലോകവികാരമുണർത്താനുള്ള ചതിപ്രയോഗം അവിടെയും നമ്മൾ കണ്ടു. പക്ഷേ നമ്മുടെ ആധുനിക യുദ്ധ കോപ്പുകൾ കൊണ്ട്, യുദ്ധസാമഗ്രികൾ കൊണ്ട് ഒരൊറ്റ യാത്രാ വിമാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ കൃത്യമായി അതിനിടയിലൂടെ പാഞ്ഞ ഡ്രോണുകളെ മാത്രം ലക്ഷ്യം വെച്ച് അത് നശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ വൻ വിജയം തന്നെയാണ്. നമ്മുടെ സൈനിക ശേഷി പാകിസ്ഥാൻ തിരിച്ചറിയാഞ്ഞിട്ടാണോ അതോ ചതിയിലൂടെ നമ്മളെ തോൽപ്പിക്കാം എന്നുള്ള വിചാരത്തിലാണോ പാകിസ്ഥാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്? പ്രദീപിള്ള, ഇതിൽ 2-3 വശങ്ങളുണ്ട്. ഒന്ന്, പാകിസ്ഥാന് സാമാന്യ ബുദ്ധിയോടുകൂടി സമചിത്തതയോടുകൂടി ചിന്തിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. കാരണം ഇവിടെ ഭാരതത്തിൽ ഭാഗ്യവശാൽ കാണുന്നത് ഒരേ രീതിയിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഒരു ഭരണ നേതൃത്വമാണ്. അതൊരു വാഴ്ത്തിപ്പാടലല്ല. അവിടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഇവിടെ ഭാരതം എല്ലാ മേഖലയിലും മുന്നിലെത്തണം. വികസിത ഭാരതം എന്നുള്ളതാണ് ലക്ഷ്യം. മുന്നിലേക്ക് കുതിക്കുക എന്നുള്ള ലക്ഷ്യം. 2, ഹിന്ദുസ്ഥാൻ അല്ല പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഭാരതം കാണിക്കുന്ന മാന്യത, അന്തസ്, ജീവനോടുള്ള ഒരു അനുകമ്പ, നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു കരുതൽ, ഇതൊന്നും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കരുത്. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഭരണ നേതൃത്വമല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും വ്യക്തമാകുന്നു. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും അത്ഭുതപ്പെടേണ്ടയോ ഞെട്ടേണ്ടയോ കാര്യങ്ങൾ ഇല്ല. ഇതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങ് താഴെ രാജസ്ഥാൻ മുതൽ ഗുജറാത്ത് വഴി കടന്ന് പഞ്ചാബും ജമ്മു കശ്മീരും അതിർത്തികളിലുടനീളം ഇവർ രാത്രിക്കു രാത്രി ആക്രമണത്തിന് മുതിരുമോ? ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ശക്തി കൂട്ടുമോ? ഇവർക്ക് താളത്തിനൊപ്പിച്ച് ഭീകരർ നമ്മുടെ സൈനിക ക്യാമ്പുകൾ ആക്രമിക്കാൻ വരുമോ? ചാവേർ ആക്രമണത്തിന്റെ രൂപത്തിൽ. അവർ വേറെ ഏതോ ലോകത്താണ്. അവർ അവരുടെ മുന്നിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അവർ തിരിച്ചറിയുന്നില്ല. അവിടെ ബലൂചിസ്ഥാനിൽ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് നേരിടാൻ കഴിയുന്നില്ല. പാകിസ്ഥാൻ പിടിച്ചു വച്ചിരിക്കുന്ന POJKയിൽ നടക്കുന്ന ജനങ്ങളുടെ വികാരം, പ്രക്ഷോഭം അവർ കാണുന്നില്ല. ഇതിനെല്ലാം ഉപരി ആ രാഷ്ട്രം സർവനാശത്തിലേക്ക് എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായി പതിക്കുന്നത് അവർക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ചോദിക്കുകയാണ്, ഭിക്ഷയാചിക്കുകയാണ്, ഇരക്കുകയാണ്, ഞങ്ങളെ തകർക്കൂ എന്ന്. അതുകൊണ്ട് തന്നെയാണ് നഗ്രോത്തയിലും ജമ്മുവിലും ഭീകരാക്രമണത്തിന് ഈ രാത്രിയിൽ തന്നെ മുതിർന്നത്. ഈ ഭീകരരും ISIയും അടങ്ങുന്ന സംഘത്തിനൊരു കാര്യം മനസ്സിലായി. അവർ അപകടം മണത്തു. സമാധാനമുണ്ടായാൽ അവർക്കിപ്പോൾ ലഭിച്ചു എന്ന് അവർ കരുതുന്ന അവസരം നഷ്ടമാകും. ഇന്ന് രാത്രി കൊണ്ട് തന്നെ ഇത് തകർക്കണം എന്ന് തീരുമാനിച്ചുറച്ച് തന്നെയാണ് അവർ പുറപ്പെട്ടത്. പക്ഷേ ഭാരതത്തിന്റെ വിന്യാസം, ഭാരതത്തിന്റെ പ്രതിരോധം, ഭാരതത്തിന്റെ സേനാ തയ്യാറെടുപ്പ്, ഇതെല്ലാം മുന്നിൽ കണ്ടു തന്നെയാണ് അവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഉടനെ പൊടിയും തട്ടി മടങ്ങിപ്പോകുമെന്ന് അവർ കരുതിയിരുന്നുവെങ്കിൽ അത് തെറ്റി. ഭാരതം സജ്ജം തന്നെയായിരുന്നു. അതിനിടയിൽ ചതിപ്രയോഗങ്ങളിലൂടെ അവിടെയും ഇവിടെയും ചില മുറിവുകൾ ഏൽപ്പിക്കാം എന്നല്ലാതെ തകർക്കാനാവില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ അവർ അർഹിക്കുന്നത് അവർക്ക് കിട്ടട്ടെ എന്ന് ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഉള്ളിലുള്ള ജനങ്ങളായിരിക്കാം. അവർ ആഗ്രഹിക്കുന്നതാണ് ഒരു മോചനം. അത് പാകിസ്ഥാനിലും ബലൂചിസ്ഥാനിലും പാക് അധിനിവേശ ജമ്മു കശ്മീരിലും അത് തന്നെയാണ് ജനവികാരം. വിനോദ്.